ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്, ഹോം മെയ്ഡ് ടൊമാറ്റോ കെച്ചപ്പാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിൽ നോമ്പുറയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ സമൂസയുടെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ നിർഭാഗ്യം വെച്ചാൽ ഞാനത് മറന്നുപോയി കേട്ടോ. സമൂസ മാത്രമാണ് കൊടുത്തത്. ഇതിപ്പോൾ സമൂസ പൊരിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തായാണ്. ഒരുപാട് പേരുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു നോമ്പുറ. അതിന് വേണ്ടിയിട്ട് സമൂസ, കലത്തപ്പം, കിണ്ണത്തപ്പം, ഫ്രൂട്ട്സ് എല്ലാം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും വേണ്ടിയിട്ട് സെർവ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് നമ്മൾ നന്നായിട്ട് കുഞ്ഞായിട്ട് ഞുറുക്കി അരിഞ്ഞിട്ടുള്ള തണ്ണിമത്തനാണ് കാണുന്നത്. തണ്ണിമത്തനിലേക്ക് കുറച്ച് സർബത്ത്, ഞറുകണ്ടി സർബത്തും പിന്നെ കസ്കസും കട്ടപ്പാലും കണ്ടൻസ് മിൽക്കും ആവശ്യത്തിന് ഷുഗറും ചേർത്ത നമ്മുടെ മുഹബത്ത് കാ സർബത്ത് ഇവിടെ റെഡിയാണ് കേട്ടോ. വളരെ നല്ല ടേസ്റ്റി ഡ്രിങ്കാണ്. നോമ്പ് പിടിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഒന്ന് കുടിക്കുമ്പോൾ ഉള്ള സുഖം നോമ്പാർക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലേ. പിന്നെ നമ്മുടെ കറികളും സാധാ ഫുഡും എല്ലാം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്, ഹോം മെയ്ഡ് ടൊമാറ്റോ കെച്ചപ്പാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിൽ നോമ്പുറയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ സമൂസയുടെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ നിർഭാഗ്യം വെച്ചാൽ ഞാനത് മറന്നുപോയി കേട്ടോ. സമൂസ മാത്രമാണ് കൊടുത്തത്. ഇതിപ്പോൾ സമൂസ പൊരിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തായാണ്. ഒരുപാട് പേരുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു നോമ്പുറ. അതിന് വേണ്ടിയിട്ട് സമൂസ, കലത്തപ്പം, കിണ്ണത്തപ്പം, ഫ്രൂട്ട്സ് എല്ലാം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും വേണ്ടിയിട്ട് സെർവ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് നമ്മൾ നന്നായിട്ട് കുഞ്ഞായിട്ട് ഞുറുക്കി അരിഞ്ഞിട്ടുള്ള തണ്ണിമത്തനാണ് കാണുന്നത്. തണ്ണിമത്തനിലേക്ക് കുറച്ച് സർബത്ത്, ഞറുകണ്ടി സർബത്തും പിന്നെ കസ്കസും കട്ടപ്പാലും കണ്ടൻസ് മിൽക്കും ആവശ്യത്തിന് ഷുഗറും ചേർത്ത നമ്മുടെ മുഹബത്ത് കാ സർബത്ത് ഇവിടെ റെഡിയാണ് കേട്ടോ. വളരെ നല്ല ടേസ്റ്റി ഡ്രിങ്കാണ്. നോമ്പ് പിടിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഒന്ന് കുടിക്കുമ്പോൾ ഉള്ള സുഖം നോമ്പാർക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലേ. പിന്നെ നമ്മുടെ കറികളും സാധാ ഫുഡും എല്ലാം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ.